the unsung heroes of every vacation. From that smiling receptionist to the hotel, to the person who brings you tea on the mountain homestay. Here I am, Fatima, your host, with yet another episode of Rewind by Tripova. Welcome to another episode of Rewind by Tripova. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ബഡ്ഡിംഗ് ഓൺട്രപ്രീനർ ആയിട്ടുള്ള മിസ്റ്റർ ജുനൈദ് ആണ്. ഓക്കെ, ഹായ് ജുനൈദ്, വെൽക്കം ടു റിവൈൻഡ്. Thanks for having me. It's a pleasure to be here. Okay, yeah. How are you doing? I'm doing good. What are you feeling? It feels so great to be here. Yeah. അങ്ങനെ ഹോസ്പിറ്റാലിറ്റി ഇതില് ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. സോ എന്താണ് ഇന്ന് ഒരു ബഡ്ഡിംഗ് ആയിട്ടുള്ള ഒരാളെന്ന രീതിയിൽ എന്താണ് ജുനൈദിന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ളത് ആൾക്കാരിലേക്ക്? നമ്മളിപ്പം ആക്ച്വലി ജസ്റ്റ് ഒരു 1 year ആയിട്ടുള്ള നമ്മൾ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് ലൈക്ക് വി ആർ ഇൻ ടു ഹോസ്പിറ്റാലിറ്റി. നമ്മളതിലൊരു അപ്പാർട്ട് ഹോട്ടൽ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റാണ് നമ്മളിപ്പോൾ അത് ഫോക്കസ് ചെയ്യുന്നത്. സോ ടു ബി ഓണസ്റ്റ് ലൈക്ക് പണ്ടോട്ട് ട്രാവലിംഗ് നല്ല ഇഷ്ടമുള്ളൊരു ആളായിരുന്നു. അപ്പോൾ ലൈക്ക് സിൻസ് 2016 ആ ടൈം തൊട്ട് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തോട്ടും ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്നോട്ട് ഹോസ്പിറ്റാലിറ്റിയിലോട്ടായിരിക്കണം ഫ്യൂച്ചർ എന്നുള്ളൊരു താല്പര്യമുണ്ട്. ഫ്യൂച്ചർ എന്ന് വെച്ചാൽ നിയർ ഫ്യൂച്ചർ പ്ലാൻസും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അറ്റ്ലീസ്റ്റ് റിട്ടയർ ചെയ്യുമ്പോഴെങ്കിലും ഒരു റിസോർട്ട് വെച്ച് അങ്ങനെ ഒന്ന് സെറ്റിൽ ആവുന്നുള്ള അതാണ് മോഡ് ഉണ്ടായത്. അതായത് പട്ടിപ്പണി എടുക്കുക, ഏതെങ്കിലും ഒരു കോർപ്പറേറ്റ് കയറുക, നല്ല രീതിയിൽ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കി റിട്ടയർമെന്റിലെങ്കിലും ആ ഒരു രീതിയിലേക്ക് പോകണം എന്നുള്ളൊരു അങ്ങനെ പറയാം. കാരണം നമുക്ക് ഓൺട്രപ്രനർ ആണെന്നുള്ളൊരു ബഗ്ഗോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ക്രേസോ കാര്യമോ അതിനുള്ളൊരു ഒരു ബ്ലൂ പ്രിൻ്റോ കാര്യം ഒന്നും മുന്നിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഉള്ളൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ പണിയെടുക്കുക, പൈസ ഉണ്ടാക്കുക, പൈസ ആയിക്കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യാന്നുള്ള പരിപാടിയാണ്. ബട്ട് തിങ്സ് ഹാപ്പൻ, അങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു. ആൻഡ് നൗ വി ആർ ഹിയർ. ഇപ്പോൾ നമ്മൾ ഹോഡോ സ്റ്റേസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാണ്. നമ്മളിപ്പോൾ ബാംഗ്ലൂരാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. HSR ലേഔട്ടിൽ നമ്മുടെ ഫസ്റ്റ് പ്രോപ്പർട്ടി ഇപ്പോൾ ഓൺ ഗോയിങ് ആണ്. സോ യാ, ഇറ്റ്സ് ബീൻ എ ഫാന്റാസ്റ്റിക് ജേർണി. യാ, സോ ഫാർ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. യാ യാ അപ്പം യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, ഒരു ഫ്രണ്ട് സർക്കിളിൽ നിന്ന് വരുന്ന ഒരാളാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ഫണ്ണി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് എടുത്താൽ മതി. നിങ്ങൾ യാത്ര ചെയ്ത ഒരു സ്ഥലം, പക്ഷേ എന്താ പറയുക, വ്യൂവും കാര്യങ്ങളൊന്നും പോരാ, അല്ലെങ്കിൽ ഓക്കെ വ്യൂ ഒക്കെ ഓക്കെ ആണ്, എന്നാൽ പോലും അതിനേക്കാൾ മനോഹരമായിട്ടുള്ള ആൾക്കാരും അവിടുത്തെ ഹോസ്പിറ്റാലിറ്റിയെയും കുറിച്ച് പറയുകയാണെങ്കിൽ എന്തായിരിക്കും ഒരു ഓർമ്മ അതിനെക്കുറിച്ച് പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുമ്പോൾ വരുന്ന ഒരു ഓർമ്മ എന്തായിരിക്കും? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എല്ലാ യാത്രയും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡെസ്റ്റിനേഷൻ വെച്ചിട്ടാണ്. ലൈക്ക് നമുക്ക് ഇന്ന സ്ഥലത്ത് പോകണം, ഇന്ന സംഭവം കാണണം എന്നുള്ള രീതിയിലാണ് നമ്മളെ ജേർണി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ അവിടെ എത്തുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലായ സ്ഥലത്തിനേക്കാൾ കൂടുതൽ നമുക്ക് അവിടുന്ന് കുറേ പഠിക്കാനുണ്ടെന്നും. ജസ്റ്റ് നമ്മൾ ഒരു സ്ഥലം കണ്ടുവരികയല്ല, നമ്മൾ അവിടെ ജീവിച്ച് നമുക്ക് അവിടുന്ന് കുറേ എക്സ്പീരിയൻസും ലേണിങ്സൊക്കെ ആയിട്ട് തിരിച്ചു വരാമെന്ന് മനസ്സിലാകുന്നത് നമ്മൾ ഫസ്റ്റ് ഒരു ഹിമാലയൻ യാത്ര പോയപ്പോഴാണ്. കസോൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയപ്പോഴും അവിടെ നമ്മൾ പല വില്ലേജസിൽ നമ്മൾ നടന്ന് മലയൊക്കെ കയറി പല വില്ലേജസിൽ പോകണം. അപ്പോൾ അവിടെ നമ്മൾ കണ്ടൊരു സംഭവം ഒരു കമ്മ്യൂണിറ്റി ലിവിങ് കൈൻഡ് ഓഫ് സംഭവമാണ്. അത് ഭയങ്കര ഒരു ഐ ഓപ്പണിങ് സാധനമായിരുന്നു. കാരണം നമ്മുടെ നാട്ടിലൊന്നും കാണാത്തൊരു കൾച്ചറായിരുന്നു അവിടെ ഉണ്ടായത്. ഇപ്പോൾ അറിയാലോ, അവിടെ ഇപ്പോൾ ഒരു സ്റ്റോർ ഉണ്ടെങ്കിൽ എല്ലാ ആൾക്കാരും അവിടെ വന്ന് ആ സ്റ്റോറിൽ നിന്ന് സാധനം വാങ്ങിച്ച് കുട്ടികളാണെങ്കിൽ പൈസ കൊടുക്കില്ല. പക്ഷേ ആ കുട്ടിൻ്റെ ഫാദറായി ഒരു റെസ്റ്റോറൻറ്റ് റൺ ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ ഷോപ്പ് കയറി അവിടെ പോയി ഫുഡ് കഴിക്കുന്ന അവിടെ കാശ് കൊടുക്കുന്നുണ്ടാവില്ല. ആ ഒരു കമ്മ്യൂണിറ്റി കൈൻഡ് ഓഫ് അവർ ഏൺ ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ടൂറിസ്റ്റേഴ്സ് പോകുന്ന ഇതാണ്. ബാക്കി അവരൊരു കമ്മ്യൂണിറ്റി ഈച്ച് അതർ ലൈക്ക് നമ്മളെല്ലാവരും ഒന്നാണെന്നുള്ള. അതായത് ഇപ്പോൾ ഷോപ്പ് അവിടെ ഓപ്പൺ ചെയ്തിട്ട് അവിടെ ഷോപ്പ് കീപ്പർ ഇല്ലെങ്കിലും അവർക്ക് നമ്മുടെ നാട്ടിലൊന്നും ചിന്തിക്കാൻ പറ്റില്ല. മൊത്തം അടിച്ചു മാറ്റി സീറോ ആക്കിയിട്ട് പോകും. പക്ഷെ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരില്ലെങ്കിലും അവർക്ക് അറിയാം ലൈക്ക് ഇറ്റ്സ് എ ട്രസ്റ്റ് വേർത്തി. അപ്പോഴാണ് നമുക്കൊരു കമ്മ്യൂണിറ്റി, ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നമുക്ക് മുന്നേ അറിയാമെങ്കിലും ആ ഒരു കമ്മ്യൂണിറ്റീൻ്റെ ഒരു വാല്യൂ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു സ്ഥലം കാണുകയല്ല, നമുക്കതൊന്ന് കുറേ പഠിക്കാനുണ്ടെന്നും കാര്യങ്ങളൊക്കെ. പിന്നെ എസ്പെഷ്യലി ഹിമാലയൻ റീജൻസിലേക്ക് പോകുമ്പോൾ വെച്ചാൽ കംഫേർട്ട് ഭയങ്കര കുറവാണ്. പക്ഷെ കംഫേർട്ട് അത്രയും കുറഞ്ഞിട്ടും നമുക്ക് അത്രയും ആ ട്രാവൽ ഇഷ്ടപ്പെടാനും വീണ്ടും തിരിച്ചു പോകാനും പറ്റുകയെന്ന് പറയുന്നതിൻ്റെ ഒരു സംഭവം. അതായത് അതുവരെ നമ്മൾ പോയിട്ടുള്ള എല്ലാ ട്രാവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോവുക, ഒരു സിറ്റിയിൽ ഇറങ്ങുക, അവിടുന്ന് എന്താ ഐക്കോണിക് 2-3 സ്പോട്ട്സ് കാണുക, ഫുഡ് ട്രൈ ചെയ്യുക, തിരിച്ചു വരിക എന്നുള്ളൊരു ടൈപ്പ് ഓഫ് ട്രാവലിംഗ് ആണ് അതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അവിടെ പോയപ്പോഴാണ് മനസ്സിലായത് ട്രാവലിംഗ് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ദി ഡെസ്റ്റിനേഷൻ, ഇറ്റ്സ് ഓൾ അബൌട്ട് ദി ജേർണി, എക്സ്പീരിയൻസ് ആൻഡ് എവറിത്തിങ്. സോ ഒരു കൾച്ചറലി ഉള്ള ഒരു ടച്ച് നമ്മളിലേക്ക് ഗ്രാസ്പ് ചെയ്യാന്നുള്ളതും കൂടിയാണ്. അവിടെ നമ്മൾ കാണുന്ന ഒരു ഹോസ്പിറ്റാലിറ്റി അല്ലെങ്കിൽ നമ്മളോടുള്ള ഒരു ട്രീറ്റ്മെന്റ് അതെങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുണ്ടായത്? സോ
അതൊരു ഐ ഓപ്പണിങ് സംഭവമായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന ടൈം ഞാൻ പറഞ്ഞില്ല 2016 ആ ടൈമിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹിമാലയൻ ഏരിയാസ് എസ്പെഷ്യലി ഹിമാചൽ, കസോൾ ആ ഏരിയ ഒന്നും അത്ര ഡെവലപ്ഡ് അല്ല. അത് മാത്രമല്ല ഇൻസ്റ്റഗ്രാമിക് ആയിട്ടുള്ള ഒരു സംഭവമല്ല. ഇല്ല, ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു സംഭവമായിട്ട് വൈറൽ ആവുന്ന ഒരു സംഭവമായിട്ട് ഇല്ല, വളരെ കുറച്ച് ആൾക്കാർ അതിനെപ്പറ്റി പോസ്റ്റ് ചെയ്യുന്നു, സംസാരിക്കുന്നു. നമ്മൾ ലൈക്ക് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കയറി സെർച്ച് ചെയ്തതിന് നമുക്ക് അപ്ഡേറ്റ്സ് കാണാൻ പറ്റും. പക്ഷെ നമ്മളെ സർക്കിളൊന്നും അങ്ങനെ അധികം അപ്ഡേറ്റ്സും കാര്യങ്ങളൊന്നും വരുന്നുണ്ടായിട്ടില്ല. പക്ഷെ നമ്മൾ അവിടെ പോയപ്പോൾ അവിടെ ഹോട്ടൽസോ കാര്യങ്ങളോ അങ്ങനെ ഭയങ്കര ഡെവലപ്മെൻറ്റും കാര്യമൊന്നും ഇല്ല. അപ്പം നമ്മൾ താമസിക്കുന്ന വെച്ചാൽ ഗസ്റ്റ് ഹൗസിൽ ഹോസ്റ്റിൻ്റെ കൂടെ അവരുണ്ടാക്കുന്ന ഫുഡ് കഴിക്കുന്നു. അപ്പോഴാണ് നമ്മൾ മനസ്സിൽ നമ്മളൊരു ഹോട്ടലിൽ താമസിക്കുന്നതും ഈ ഒരു ടൈപ്പ് ഓഫ് ഹോസ്പിറ്റാൽ ഇറ്റ്സ് ഡിഫറെൻറ്റ്. അതായത് ടൈമിന് ഫുഡ് കിട്ടൂല, മേ ബി അവർ വേറെ എന്തെങ്കിലും ജോലിയാണെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ അതൊന്നും നമ്മൾ ബോധർ ചെയ്യുന്നുണ്ടായില്ല. അപ്പോൾ ദാറ്റ്സ് എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഹോസ്പിറ്റാലിറ്റി. അതായത് നമ്മൾ ആ ഒരു വെൽക്കമിങ്ങും ആ ഒരു എന്താ പറയണ്ട ആ ഒരു അറ്റ്മോസ്ഫിയറും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈവൻ ഇഫ് ദർ ഇസ് ഹിക്കപ്സ് ഉണ്ടെങ്കിലും ആസ് എ ട്രാവലർ, ആസ് എ ഗസ്റ്റ് നമ്മളത് അക്കോമഡേറ്റ് ചെയ്യാൻ റെഡിയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ലേൺ ചെയ്യുന്നുണ്ടായിരുന്നത് അങ്ങനത്തെ ട്രാവലായിരുന്നു. അങ്ങനെ ഒരു മെമ്മറി ഷെയർ ചെയ്തുകൊണ്ട് ഐ ക്യാൻ ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ. ലൈക്ക് ഒരു ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു ഹോട്ടലിലും അതുപോലെ തന്നെ ഇതുപോലുള്ള ഒരു കമ്മ്യൂണിറ്റി ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു സ്പേസിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രോസ് ആൻഡ് കോൺസ് എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ പറയാൻ പറ്റും ഹോസ്പിറ്റാലിറ്റിയിൽ? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ പേഴ്സൺ. ലൈക്ക് ആ ട്രാവൽ ചെയ്യുന്ന ആൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഫോർ മീ ഐ വാല്യൂ മോർ ഓഫ് ലൈക്ക് ഓഫ് ബീറ്റ് ട്രാവൽ, സ്ലോ ട്രാവൽ. ലക്ഷറി നമ്മളെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ ഇറ്റ്സ് ഗുഡ് ടു ഹാവ് ലക്ഷറി അല്ലേ. നമുക്ക് അത്രയും ഗ്രാൻഡ് ആയിട്ടുള്ളൊരു ഹോട്ടലിൽ പോവുക, അത്രയും ടൈം ടു ടൈം സർവീസും കാര്യങ്ങളും ലക്ഷറി ഫുഡും അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ ട്രൈ ചെയ്യാത്ത ക്യൂസീൻസ് ഒക്കെ ട്രൈ ചെയ്യാന്ന് പറയുന്നത് ഒരു എന്താ പറയുക പല ആൾക്കാർ ഇഷ്ടപ്പെടുന്ന സംഭവം തന്നെയാണ്. പക്ഷേ ഫോർ മീ പേഴ്സണലി എപ്പോഴും ആഗ്രഹിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓഫ് ബീറ്റായിട്ട് എന്താ പറയണ്ട പതുക്കെ നടന്ന് നമ്മൾ ഒരു പ്ലാനും ഇല്ലാണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുക, ട്രാവൽ ചെയ്യുക, തിരിച്ചു വരിക. അതായത് നമ്മുടെ ഒരു മോഡ് ഓഫ് ട്രാവലിംഗ് ഉണ്ടായത് അതാണ്. ഇപ്പം ജുനൈദിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഹോസ്പിറ്റാലിറ്റിയിലെ കീ എലമെന്റ്സ് എന്ന് പറയുന്നത്? ജനറലി ലൈക്ക് ഹോസ്പിറ്റാലിറ്റിയിൽ നമ്മളെല്ലാവരും പാലിക്കേണ്ട കുറച്ച് സംഭവങ്ങളുണ്ട്. ആസ് എ ഹോസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇറ്റ്സ് എംപത്തി. ലൈക്ക് ആൾക്കാർ ട്രാവൽ ചെയ്യുന്ന പേർപ്പസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഫോർ എസ്പെഷ്യലി നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് ബാംഗ്ലൂർ എന്ന് പറഞ്ഞ സിറ്റിയിലാണ്. അവിടെ ഒരു ഗസ്റ്റ് ട്രാവൽ ചെയ്യുന്നുണ്ടാവും വർക്ക് റിലേറ്റഡ് ആവശ്യത്തിനായിരിക്കും, മറ്റൊരു ഗസ്റ്റ് ട്രാവൽ ചെയ്യുന്നുണ്ടാവും മെഡിക്കൽ റീസൺ ആയിരിക്കും, അല്ലെങ്കിൽ ജസ്റ്റ് വെക്കേഷൻ ഫ്രീ ടൈം സ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പം നമ്മളത് ഗസ്റ്റിൻ്റെ ട്രാവൽ നീഡ് എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ ആ എമ്പതി അവിടെ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് അവരെ കൂടുതൽ അവരെ ലൈക്ക് ആ ജേർണിയിൽ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക. സോ ഫാമിലി ആണെങ്കിൽ അതൊരു വേറെ തന്നെ ഒരു ടൈപ്പ്, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആണെങ്കിൽ അത് വേറെ തന്നെയായിരിക്കും. ഇപ്പോൾ ഒരു മെഡിക്കൽ പേഷ്യൻ്റ് ആണെങ്കിൽ മേ ബി നമ്മൾ അവർക്ക് കുറച്ചും കൂടി എക്സ്ട്രാ കെയർ ഓൺ ദാറ്റ് ആസ്പെക്ട്. ആ ഒരു മെഡിക്കൽ ആസ്പെക്റ്റിൽ നമ്മൾ കുറച്ച് എക്സ്ട്രാ കെയർ കൊടുക്കണം. ഇപ്പോൾ ഒരു കോർപ്പറേറ്റ് ട്രാവലർ ആണെങ്കിൽ അവരുടെ വൈഫൈ കാര്യങ്ങൾ അതൊക്കെ നമ്മൾ എൻഷുർ ചെയ്യേണ്ടി വരും. ലൈക്ക് അത് ടോപ്പ് നോച്ചാണ്, അതിലൊരു ഡ്രോപ്പും വരാൻ പറ്റുന്നുള്ളത്. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇറ്റ്സ് അബൌട്ട് എംപത്തി. അടുത്ത പറയുകയാണെങ്കിൽ കൺസിസ്റ്റൻസി. നമ്മൾ ഈ കൊടുക്കുന്ന സർവീസ് അവർ നെക്സ്റ്റ് ടൈം വരുമ്പോഴും നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റണം. കാരണം വൺ ടൈം ഒരു ഗസ്റ്റ് നമ്മുടെ അടുത്ത് വന്ന് അത് ഇഷ്ടമായിട്ട് നെക്സ്റ്റ് ടൈം അവർ വരുമ്പോൾ ആ എക്സ്പെക്റ്റേഷൻ ഹയർ ആണ്, ഫസ്റ്റ് ടൈം വരുന്ന പോലെയല്ലല്ലോ. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നതും അഗെയിൻ ദാറ്റ് സംതിങ് വി ഓൾ ഷുഡ് ലുക്ക് ഇൻ ടു. അതല്ലാണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എഗെയിൻ പേഴ്സണലൈസേഷൻ. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഗസ്റ്റിൻ്റെ നീഡിനനുസരിച്ച് നമ്മളൊരു SOP മാനുവൽ സെറ്റ് ചെയ്ത് എല്ലാവർക്കും ഒരുപോലെ ട്രീറ്റ് ചെയ്യാണ്ട് ആൾക്കാരുടെ ഇതിനനുസരിച്ച് നമുക്ക് പേഴ്സണലൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അതും പേഴ്സണലൈസേഷൻ അതിൻ്റെ ഒരു മേജർ ആസ്പെക്റ്റാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത പോലെ. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുവാണെങ്കിൽ വി ഷുഡ് ലുക്ക് ഇൻ ടു ക്ലെൻലിനെസ് ആൻഡ് കംഫേർട്ട്. അതായത് ഈവൻ ഇഫ് ഇറ്റ്സ് എ ബഡ്ജറ്റ് ഹോട്ടൽ ഓർ ഇഫ് ഇറ്റ്സ് എ ലക്ഷറി ഹോട്ടൽ ഒരു നോൺ നെഗോഷ്യബിൾ ആയിട്ട് വേണ്ടതാണ് ക്ലെൻലിനെസ് ആൻഡ് കംഫേർട്ട് എന്ന് പറയുന്നത്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ലക്ഷറി. നമ്മൾ എന്ത് ലക്ഷറിയസ് പ്രോഡക്റ്റ് ഓഫർ ചെയ്യുന്നല്ല, വാട്ട് എവർ വി ആർ ഓഫറിങ് കീപ്പ് ഇറ്റ് നീറ്റ് ആൻഡ് ടൈഡി, എല്ലാം പ്രോപ്പറായിട്ട് ചെയ്യുക എന്നുള്ളത് ഇറ്റ്സ് എ നോൺ നെഗോഷ്യബിൾ. അതർ ദാൻ ദാറ്റ് ഇറ്റ്സ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, റൈറ്റ്? ലൈക്ക് നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് ഗസ്റ്റ് വരുമ്പോൾ ഒരു വാം വെൽക്കം, ഒരു സ്മൈൽ, അല്ലെങ്കിൽ ജസ്റ്റ് സെയിങ് ഹായ്, എന്തിനാണ് ഡെഫിനറ്റ്ലി. ആൻഡ് നമ്മളിപ്പോൾ പറഞ്ഞ ഈ എംപതി ഇതൊക്കെ നമുക്ക് ഷോക്കേസിങ് ഫസ്റ്റ് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഹൂസ് എ ഗസ്റ്റ് കമ്മിങ്, വൈ ഈസ് കമ്മിങ്, വേ ഈസ് ഗോയിങ്, എന്താണ് ഇതിൻ്റെ പേർപ്പസ് ഒക്കെ മനസ്സിലാണെങ്കിൽ നമ്മൾ ഈ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമ്മുടെ ടീമിനെയൊക്കെ നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി ട്രെയിൻ ചെയ്ത് ആ രീതിയിൽ കൊണ്ടുവരികയാണെങ്കിൽ ഇറ്റ് ബി മച്ച് ബെറ്റർ
ഫ്രം എ കസ്റ്റമർ എക്സ്പീരിയൻസ് പോയിന്റ് ഓഫ് വ്യൂ. ഓക്കെ. ഇപ്പം നമ്മൾ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രീനെ നോക്കുകയാണെങ്കിൽ തന്നെ എല്ലാ ഇൻഡസ്ട്രീനെയും, പക്ഷേ എസ്പെഷ്യലി ഹോസ്പിറ്റാലിറ്റി നോക്കുകയാണെങ്കിൽ തന്നെ ബിഫോർ കോവിഡ് ആഫ്റ്റർ കോവിഡ് എന്ന് നമ്മൾ നോക്കിക്കാണുന്നു. ഇപ്പോൾ ബിഫോർ കോവിഡ് നമുക്ക് അത്രയും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്ഡ് തന്നെയാണ്, സ്റ്റിൽ നമുക്കൊരു മാക്സിമം അല്ലെങ്കിൽ മിനിമം എമൗണ്ട് ഓഫ് ആൾക്കാരിലേക്ക് മാത്രമാണ് ഇത് അല്ലെ എക്സ്പോസ്ഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ബിഫോർ കോവിഡ് തന്നെ എന്താണ് ഈ ഒരു ചിന്ത മൈൻഡിലുണ്ട്, ഓക്കെ ഹോസ്പിറ്റാലിറ്റി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ട് ആഫ്റ്റർ എ വൈലാണെങ്കിൽ പോലും. പക്ഷേ ആഫ്റ്റർ കോവിഡ് സഡൻ ആയിട്ട് നിങ്ങൾ ഇതിലേക്ക് വന്നു ചേരാണ്. അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ ഈ ആഫ്റ്റർ കോവിഡ് എന്ന് പറയുന്ന ഒരു സെഷൻ, ഇതൊരു ഭയങ്കരമായിട്ടുള്ള ഒരു സെഷൻ ആണല്ലോ, എല്ലാവർക്കും എല്ലാ രീതിയിലുള്ള ഒരു എക്സ്പോഷർ കിട്ടാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു നിങ്ങൾ ഫേസ് ചെയ്ത ഒബ്സ്റ്റക്കിൾസ് എന്താണ്, പിന്നെ നിങ്ങൾ അതിനെ എങ്ങനെയാണ് ഓവർകം ചെയ്തത്? സോ ലൈക്ക് നമ്മളിത് പ്രീ കോവിഡ് പോസ്റ്റ് കോവിഡ് എന്നുള്ള രീതിയിൽ നമ്മളിത് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ആഫ്റ്റർ കോവിഡ് എവറിത്തിങ് ഗോട്ട് ചേഞ്ച്ഡ് അല്ലേ. Like even the way people travel, people trusted more to purchase online. നമ്മളിപ്പോൾ ഓൺലൈൻ ഇ കോമേഴ്സ് ആയാലും അതിന് മുന്നേ ഉണ്ടായിരുന്നെങ്കിലും നമ്മൾക്ക് എന്താ പറയണ്ട ഒരു എക്സ്പ്ലോഷൻ സംഭവിച്ചിട്ടുണ്ട്. ലൈക്ക് സൂം കോൾസ് ഒരു നോമായി മാറി, ഇതൊക്കെ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രാവലിൽ ഒരുപാട് ചേഞ്ചസ് സംഭവിച്ചിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മൾ ആക്സിഡൻ്റലി സ്റ്റാർട്ട് ചെയ്താണ്. ലൈക്ക് നമ്മൾ പോസ്റ്റ് കോവിഡ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ള പ്ലാനോ അല്ലെങ്കിൽ പ്രീ കോവിഡ് ചെയ്യേണ്ട എന്നുള്ള പ്ലാനിലൊന്നും അല്ല. പോസ്റ്റ് കോവിഡിലാണ് നമുക്ക് അതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ടായത്. പിന്നെ അതിൽ വന്ന മാറ്റം എന്ന് വെച്ചാൽ ട്രാവലർ പെർസ്പെക്റ്റീവിൽ ഒരുപാട് സംഭവങ്ങൾ മാറിയിട്ടുണ്ട്. നമ്മളിപ്പം ബിൽഡ് ചെയ്യുന്ന വെച്ചാൽ ഹോട്ടോ സ്റ്റേസ് ഒരു അപ്പാർട്ട് ഹോട്ടൽ മോഡലാണ്. അതിന് ഒരു പോസ്റ്റ് കോവിഡ് വേവ് നല്ല രീതിയിൽ അത് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ബിക്കോസ് നമ്മൾ ഒരുപാട് ആൾക്കാർ സംസാരിച്ചപ്പോൾ പ്രീ കോവിഡ് ആൾക്കാർ എസ്പെഷ്യലി മെട്രോ സിറ്റീസിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ വർക്കിന് റിലേറ്റഡ് ആയിട്ടൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു സ്റ്റേ ചെയ്യാനൊരു സ്ഥലം വേണമെന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു. പക്ഷേ കോവിഡിൻ്റെ ടൈമിൽ എല്ലാവരും വീട്ടിൻ്റെ അകത്തും ഒരു റൂമിൻ്റെ അകത്തും ക്രാംഡ് ആയിരുന്നപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ദേ നീഡ് എ ബിഗർ സ്പേസ് എന്നുള്ള സംഭവം. അപ്പോഴാണ് നമ്മൾ ആലോചിച്ചത് ഓക്കെ ദെൻ വൈ ഡോണ്ട് വി ഓഫർ അപ്പാർട്ട്മെൻറ്റ്സ്, ലൈക്ക് അവർക്ക് ലിവിങ്ങും കിച്ചണും കാര്യങ്ങളും ബെഡ്റൂംസ് ഒക്കെ ഉള്ള അപ്പാർട്ട്മെൻറ്റ്സ് ഓഫർ ചെയ്യുകയാണെങ്കിൽ അതിൽ കൂടുതൽ ഒരു ആക്സെപ്റ്റൻസ് ഉണ്ടാവും എന്നുള്ളൊരു സാധനം. അതിപ്പോൾ നമ്മൾ മേജർ ഒരു ബ്രോഡായിട്ട് നമ്മളൊരു റിയൽ എസ്റ്റേറ്റ് സെഗ്മെൻ്റ് എടുത്തതിനെ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സെല്ലാവുന്നത് പ്രീമിയം ലക്ഷറി സ്പേഷ്യസ് ആ സാധനമായിരുന്നു. കോവിഡിന് മുന്നേ വെച്ചാൽ ബഡ്ജറ്റ് അപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ ആയിരുന്നു കൂടുതൽ സെല്ലേണ്ടത്. ഇപ്പോൾ ആൾക്കാർ ലൈക്ക് ദേ ആർ വില്ലിങ് ടു സ്പെൻഡ് മോർ ഫോർ ടൈംസ് ലൈക്ക് ആ ഒരു സ്പേസിൻ കാരണം നെക്സ്റ്റ് ഇതുപോലെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമായി മാറി അവരുടെ ലൈഫിൽ. അത് തന്നെ നാളൊരു ലോക്ക്ഡൗൺ വന്നാലും ഐ ക്യാൻ സ്പെൻഡ് ഇൻ എ ബിഗർ സ്പേസ് എന്നുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ആൾക്കാരുടെ മൈൻഡ് ഷിഫ്റ്റ് ആയപ്പോൾ ഒബ്വിയസ്ലി അത് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം അവർ ട്രാവൽ ചെയ്യുമ്പോഴും ആ ഒരു എക്സ്പീരിയൻസ് ആണ് അവരിപ്പം നോക്കുന്നത്. കാരണം ഒരു ബിഗർ സ്പേസ് പെട്ടെന്ന് പോയിട്ട് ഒരു ഹോട്ടൽ റൂമിലേക്ക് വീണ്ടും ക്രാംഡ് ആണെന്ന് പറയുന്നത് അവർക്ക് ഭയങ്കര ഒരു ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുന്ന ഒരു സാധനമാണ്. സോ ഐ തിങ്ക് ദാറ്റ് ഹാഡ് ഹെൽപ്ഡ് അസ്. നമ്മളെ സംബന്ധിച്ചിട്ട് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ നമ്മൾ ഇതിലേക്ക് എൻ്റർ ചെയ്യുന്നുള്ളതാണ്. അത് പോസ്റ്റ് കോവിഡ് ആയതുകൊണ്ട് ഇറ്റ് ഹാഡ് ഹെൽപ്ഡ് അസ് എ ലോട്ട്. അങ്ങനെ ഒബ്സ്റ്റക്കിൾസിൽ നിന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഈ ഇന്റർനെറ്റ് തന്നെ ഹെൽപ്പ് ചെയ്തെന്ന് പറയാം. ബിക്കോസ് വി ആർ സെല്ലിങ് 100% ഓൺലൈൻ. ലൈക്ക് നമ്മുടെ കംപ്ലീറ്റ്ലി സെയിൽസ് നടക്കുന്നത് ഓൺലൈനാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒബ്സ്റ്റക്കിൾസ് ഒബ്വിയസ്ലി നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ഒബ്സ്റ്റക്കിൾ എന്തായാലും നമുക്ക് ഉണ്ടാകും. അതായത് നമ്മൾ പുതിയ ആൾക്കാരാണ്, ലൈക്ക് പ്രോപ്പർട്ടി ഓണേഴ്സ് നമ്മളെ ട്രസ്റ്റ് ചെയ്യണം, ഈ വേറൊരു സ്ഥലമാണ്, പിന്നെ നമ്മൾ ടീമിനെ ഹയർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോട്ടോ സ്റ്റേസ് എന്താണെന്ന് അറിയില്ല. ലൈക്ക് വി ഡോണ്ട് ഹാവ് എ പുൾ, ലൈക്ക് ടാലൻറ്റ് പുൾ ചെയ്യാൻ പറ്റുന്നില്ല, ടാലൻറ്റ് റീറ്റ് ചെയ്യാം. അങ്ങനെ ഒരു ബിസിനസ്സിനുണ്ടാകുന്ന എല്ലാത്തരം ഒബ്സ്റ്റക്കിൾസ് നമ്മൾ ഇപ്പോഴും ഫേസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതല്ലാണ്ട് ആസ് പോസ്റ്റ് കോവിഡ് ഐ തിങ്ക് ലൈക്ക് പീപ്പിൾ അപ്രീഷിയേറ്റിംഗ് മോർ അബൌട്ട് ഗുഡ് സ്പേസ്, അതും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നമ്മൾ എന്തായാലും ഇപ്പം എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈയിടെ ലിങ്ക്ഡിനിൽ ഒരു വായിക്കാൻ ഇടയായിട്ടുള്ള ഒരു ഇതാണ്, പിന്നെ ഈ എയർബിഎൻബിയിൽ ബുക്ക് ചെയ്യുന്ന സമയത്ത് 9 years ബാക്കിലുള്ള ഫോട്ടോസ് പബ്ലിഷ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള. അപ്പം ഹോസ്പിറ്റാലിറ്റിയിലുള്ള ഒരാളെന്ന രീതിയിൽ അത് അപ്ഡേറ്റ് ഇപ്പം 1 year ആയല്ലേ, ഹോട്ടോ എന്ന് പറയുന്നത് ഇപ്പോൾ 1 year ആയി. അപ്പോൾ നിങ്ങൾ ഒരു 1.5 അല്ലെങ്കിൽ 2 years ആകുമ്പോഴേക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്, അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്, ആൾക്കാരുടെ ഇടയിലേക്ക് അത് കാണിക്കേണ്ടതാണ്. അപ്പം നിങ്ങളുടെ ഒരു സ്റ്റെപ്പ് എന്താണ് ഇതിനെ കുറിച്ചുള്ള? ഇങ്ങനെ നമ്മൾ അപ്ഡേഷൻസ്, നമ്മൾ എല്ലാ കാര്യങ്ങളിലും അപ്ഡേഷൻ ചെയ്യണം, ഫോട്ടോയിൽ മാത്രമല്ല, നിങ്ങൾ ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതിലൊക്കെ അപ്ഡേഷന് കൊടുക്കേണ്ടതുണ്ട്. പക്ഷെ പല ആൾക്കാരും ഇന്ന് അത് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഗസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്താണോ വ്യൂ ചെയ്യുന്നത് അത് എക്സ്പെക്ട് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം നിങ്ങളുടെ ഒരു പാർട്ട് എന്താണ് ഇതിൽ? നിങ്ങളുടെ ഹോഡോ എന്ന രീതിയിൽ നിങ്ങളുടെ ഒരു പാർട്ട് എന്താണ്? ബാക്കിയുള്ളവരെ അപേക്ഷിച്ചിടത്തോളം നിങ്ങൾ
യുണീക്കായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഇതിലൊക്കെ മാറ്റങ്ങൾ വരണമെന്ന് നിങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ പോകുന്ന പാർട്സ് ഏതൊക്കെയാണ്? ആബ്സല്യൂട്ട്ലി ലൈക്ക് ഒരു ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ ഇപ്പം ഫാത്തിമ പറഞ്ഞ പോലെ നമ്മൾ ഫോട്ടോവും നമ്മൾ ഇതൊക്കെ കണ്ടിട്ടാണ് ബുക്ക് ചെയ്യുന്നത്. സോ ആസ് എ ബ്രാൻഡ് നമ്മൾ അതിനോടൊരു ജെന്യൂനിറ്റി പുലർത്തിയിട്ടില്ലെങ്കിൽ ഒബ്വിയസ്ലി നമ്മളിപ്പോൾ സംസാരിച്ച പോലെ അത് റിവ്യൂവിൽ നമുക്കത് റിഫ്ലക്റ്റ് ആവും. സോ ആസ് എ ബ്രാൻഡ് നമ്മൾ ഹോഡോ സ്റ്റേസ് പ്ലാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എവറി ഇയർ വി ഹാവ് ടു അപ്ഡേറ്റ് വിത്ത് ന്യൂ ഫോട്ടോ. അല്ലെങ്കിൽ അഗെയിൻ ഇത് നമ്മുടെ ബാക്ക് ഫയർ ചെയ്യും. ലൈക്ക് വി ക്യാൻ അട്രാക്ട് കസ്റ്റമേഴ്സ് വിത്ത് സം ഗ്രേറ്റ് ഫോട്ടോസ്, ബട്ട് ഇഫ് യു ആർ നോട്ട് മാച്ചിങ് ലൈക്ക് ആ എക്സ്പീരിയൻസ് മാച്ച് ചെയ്യുന്നില്ലെങ്കിൽ അത് ഫീഡ്ബാക്കിലൊക്കെ വന്ന് നമുക്കത് നെഗറ്റീവായിട്ട് തന്നെ എഫക്റ്റ് ചെയ്യും. So what we are trying to do different is like we are planning to launch VR virtual reality. So we are planning to shoot like virtual reality ഉണ്ടല്ലോ, അത് വെച്ച് like instead of seeing picture you can actually see the entire place. അപ്പോൾ അത് നമ്മളൊരു 3 months കൂടുമ്പോൾ നമ്മളത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് വരിക. അപ്പോൾ മേ ബി കുറച്ച് ആൾക്കാർക്ക് അത് കാണുമ്പോൾ ഇഷ്ടപ്പെടില്ലായിരിക്കും, പക്ഷേങ്കിൽ ഇഷ്ടപ്പെട്ട് വരുന്ന ഗസ്റ്റിന് വി ആർ ഗിവിങ് ദ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്, അഡ്വാൻസ് ആയിട്ടുള്ള ഫോം ഓഫ് ഇതുമാണ്. പിന്നെ ദേ ആർ ഗെറ്റിംഗ് വാട്ട് ദേ ആർ സീയിങ് എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. സോ ദാറ്റ്സ് വാട്ട് വി ആർ ട്രൈങ് ടു ഡു ഓൺ ദാറ്റ് ആസ്പെക്ട്. നെക്സ്റ്റ് വി ആർ മൂവിംഗ് ടു സം റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻസ്. ഓക്കേ, ആർ യു റെഡി? യാ, ഐ ആം റെഡി. ലെറ്റ്സ് ഗോ. ഓക്കേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ തിങ്, ഓക്കേ, എവറി ഹോട്ടൽ ഷുഡ് സ്റ്റോപ്പ് ഡൂയിങ് ഇമ്മീഡിയറ്റ് ആയിട്ട് അത് നിർത്തിയേ പറ്റൂ എന്ന് തോന്നുന്ന ഒരു കാര്യം. എല്ലാ ഹോട്ടലിലും നമ്മൾ പോയി കഴിഞ്ഞാൽ സംഭവം കാണുമല്ലോ, താളി വെക്ക, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ. അപ്പൊ അതില് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇത് നിർത്തിയേ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു കാര്യം? ഇമ്മീഡിയറ്റ് ആയിട്ട് നല്ല ഇത് മുന്നേ നിർത്തേണ്ട സംഭവമായിരുന്നു. നമ്മൾ മറ്റേ ഈ സംഭവം ഉണ്ടാക്കി വെക്കുന്നില്ല, സ്വാനെ ഉണ്ടാക്കി വെക്കുന്നത്, ദാറ്റ്സ് പക്ക യൂസ്ലെസ്. അതിനെക്കൊണ്ട് ആർക്കും ഒരു കാര്യമില്ല. ആൻഡ് പീപ്പിൾ ഷുഡ് ടവൽ കൊണ്ട് ചെയ്യുന്നത് അത് ദാറ്റ് ഷുഡ് ബി ബാൻഡ്. ആക്ച്വലി ലീഗലി അത് ബാൻ ചെയ്യണമെന്നാണ് എൻ്റെ ഒപ്പീനിയൻ. Next question, beach resort or mountain homestay? Mountain homestay any day. Any day. Yeah. Why not beach? No, I'm a mountain person. So for me mountain homestay is the go-to. Ultimate. Yeah, that's the thing. What's your I am on vacation guilty pleasure? I am on guilty pleasure. See, നമ്മൾ ട്രാവൽ ചെയ്യുന്നതിന് ഒന്ന് റിലാക്സ് ചെയ്യാന്നുള്ള മൈൻഡ് സെറ്റ് ഒക്കെ വെച്ച് ഫോർ മീ ഗിൽറ്റി പ്ലഷർ ഈസ് വേക്കിംഗ് അപ്പ് ലേറ്റ്. ലൈക്ക് നമ്മുടെ ടൈം എടുത്ത് സമാധാനത്തിൽ ഉറങ്ങി എണീച്ച് നമ്മൾ പോകാന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. ഇറ്റ് ഫീൽസ് ഗിൽറ്റി അല്ലേ, എല്ലാവർക്കും ലേറ്റ് ആയിട്ട് ആണെങ്കിൽ ഒരു ഗിൽറ്റി ഫീൽ ഉണ്ടാവും. പക്ഷേങ്കിൽ ദാറ്റ്സ് എ പ്ലഷർ ടു. ലൈക്ക് നമ്മളെ സമാധാനത്തിൽ നമ്മൾ എണീറ്റ് കാര്യങ്ങൾ ചെയ്യാന്നുള്ളൊരു സംഭവം. ഹൈക്കൊക്കെ ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരിക്കും? That's the thing. Like, see, early morning ആണെങ്കിൽ definitely will wake up, but അതൊരു എല്ലാ ദിവസവും അങ്ങനെ വേണമെന്നല്ല. ഇല്ല, ലൈക്ക് ട്രാവലിംഗ് എന്ന് വെച്ചാൽ കുറച്ച് റിലാക്സ് ചെയ്യാന്നുള്ളൊരു സാധനം ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഒരു ഏർലി മോർണിംഗ് 5 AM സൺറൈസ് ഉണ്ടെങ്കിൽ അന്ന് പോകും. പക്ഷെ എല്ലാ ദിവസവും നമ്മൾ സൺറൈസിന് പോകില്ലല്ലോ. ബാക്കിയുള്ള ദിവസമൊക്കെ നമ്മൾ സമാധാനത്തിൽ 10 മണി 11 മണിക്കൊക്കെ ഉറങ്ങി എണീറ്റ് ഫുഡൊക്കെ കഴിച്ച് റിലാക്സ് ചെയ്ത് നമ്മൾ മേ ബി ഈവനിങ് ഹൈക്കിന് പോകാം. സോ ദാറ്റ്സ് എ കാര്യം. Have you ever secretly judged a hotel's breakfast buffet? No. Never. That's a lie. ഒരു മെനുവിനെ കുറിച്ച് പോലും ഒന്നും പറഞ്ഞിട്ടില്ല, ഒരു കുറ്റം പോലും പറഞ്ഞിട്ടില്ല. ഈ ഇഡ്ഡലി ശരിയില്ല, അതെന്തായാലും ഒബ്വിയസ്ലി നമ്മൾ പല കുറ്റങ്ങളും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെ ഓർത്ത് വെച്ചേക്കാൻ പറ്റുന്ന ഒരു മൊമെന്റ് ഇല്ല. Okay. A travel habit you will never give up. Travel habit will never give up. I always prefer to be in an unplanned trip. So അതിനിപ്പോൾ പണ്ട് തൊട്ടേ ഇപ്പോഴായാലും ഐ പ്രിഫർ ടു ബി ഓൺ an unplanned, no schedule kind of travel. The thing is like നമ്മളിത് കംപ്ലീറ്റ്ലി സ്കെഡ്യൂൾ ചെയ്ത് ഒന്ന് മിസ്സായി കഴിഞ്ഞാൽ അത് ബാക്കിയുള്ളതിനെ എഫക്റ്റ് ചെയ്യുമെന്നുള്ളൊരു പേടിയുണ്ടല്ലോ. അൺപ്ലാൻഡ് ആകുമ്പോൾ നമുക്കൊന്നും മിസ് ചെയ്യാനില്ല, കിട്ടുന്നതൊക്കെ ബോണസ് ആണെന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അതുകൊണ്ട് അതാണ് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. കംപ്ലീറ്റ്ലി സ്കെഡ്യൂളിലാണ്. രാവിലെ എണീറ്റോട്ട് രാവിലെ ഉറങ്ങുന്നത് എല്ലാം സ്കെഡ്യൂളാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സുഖം, ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഗിൽറ്റി പ്ലഷറും സംഭവങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്നാണല്ലോ എൻജോയ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയും കൂടി നമ്മൾ ഈ സ്കെഡ്യൂളായിട്ട് പോകാന്ന് പറഞ്ഞാൽ ഇറ്റ് ബി ഹെക്ടിക്. So the final question, okay. What is hospitality and tourism for you? And what are you building at Hodo? So like hospitality and tourism, it's a
വാസ് സബ്ജക്റ്റ് റൈറ്റ്. അതിൽ നമുക്ക് പല സംഭവങ്ങൾ വരുന്നുണ്ട്. അതിൽ അക്കോമഡേഷൻ വരുന്നുണ്ട്, ട്രിപ്സ് വരുന്നുണ്ട്, പിന്നെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് കാര്യങ്ങൾ, അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട്. ഇൻ ടേംസ് ഓഫ് വാട്ട് ഹോഡോ സ്റ്റേസ് ഈസ് ബിൽഡിംഗ് എന്ന് വെച്ചാൽ നമ്മൾ വി ആർ ബിൽഡിംഗ് എൻ അപ്പാർട്ട് ഹോട്ടൽ കോൺസെപ്റ്റ്. So we are focusing on cities in India. So when we had done our basic research, നമ്മളിപ്പോൾ ഒരു വെക്കേഷൻ സ്പോട്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിയർ ബൈ നമ്മൾ നോക്കുകയാണെങ്കിൽ കൂർഗോ അല്ലെ ഊട്ടിയോ അങ്ങനെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഗസ്റ്റ് ഹാസ് ഗോട്ട് ലോട്ട് ഓഫ് ഓപ്ഷൻസ് ടു പിക്ക് ഫ്രം അല്ലേ. ലൈക്ക് അവർക്കൊരു വില്ലയോ അല്ലെങ്കിൽ ഫാം ഹൗസോ അല്ലെങ്കിൽ റിസോർട്ടോ ലൈക്ക് ദർ ഇസ് എ ലോട്ട് ഓഫ് ഓപ്ഷൻസ്. പക്ഷേ നേരെ മറിച്ച് നമ്മളിപ്പോൾ ഒരു ബാംഗ്ലൂരിലത്തെ ഒരു സിറ്റിയിലോട്ട് പോവുകയാണെങ്കിൽ ഓൺലി ഓപ്ഷൻ ഈസ് ലൈക്ക് ഹോട്ടൽ. സോ ഇമാജിൻ യു ആർ ട്രാവലിംഗ് വിത്ത് യുവർ ഫാമിലി, ലൈക്ക് നിങ്ങളൊരു 4-5 ആൾക്കാരുണ്ട്, യു നീഡ് ടു ബുക്ക് മൾട്ടിപ്പിൾ റൂംസ് അല്ലേ. അപ്പോൾ നിങ്ങളൊരു മൾട്ടിപ്പിൾ റൂംസ് ബുക്ക് ചെയ്ത് നിങ്ങൾക്കൊരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യണമെങ്കിൽ യു ആർ ഫോഴ്സ് ടു യു ഗൈസ് ആർ ബീങ് സെപ്പറേറ്റഡ് റൈറ്റ്. നമ്മൾ ട്രാവൽ ചെയ്യുന്നതിൻ്റെ പേർപ്പസ് എന്ന് വെച്ചാൽ ടു ഹാവ് ക്വാളിറ്റി ടൈം ടുഗെദർ എന്നുള്ളത്. അപ്പോൾ നിങ്ങളൊരു 3 ഹോട്ടൽ റൂം ബുക്ക് ചെയ്ത് നിങ്ങൾ അവിടെ സ്റ്റേ എന്ന് പറയുന്നത് യു ഗൈസ് ആർ ബീങ് സെപ്പറേറ്റഡ്. പിന്നെ നമ്മൾ ഫോഴ്സ്ഫുള്ളി പുറത്തേക്ക് പോകേണ്ടി വരും, ലൈക്ക് ഏതർ ടു എ റെസ്റ്റോറൻറ്റ് ഓർ എ പാർക്ക് ഓർ എ മോൾ ഓർ സംവെയർ ടു ബി ടുഗെദർ. അപ്പോൾ അവിടെയാണ് നമ്മൾ ചോദിച്ചത് ഓക്കെ വാട്ട് ഇഫ് വി ക്യാൻ പ്രൊവൈഡ് എൻ അപ്പാർട്ട്മെൻറ്റ്. ഇഫ് ഒരു 5-6 ആൾക്കാർ പോവുകയാണെങ്കിൽ വാട്ട് ഇഫ് ദേ ക്യാൻ ബുക്ക് എ 3 ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റ്. അതിൽ അവരെ ഒരുമിച്ചാണ് ദേ ഹാവ് എ കിച്ചൺ, അവിടെ ഫുഡൊക്കെ കുക്ക് ചെയ്ത് അല്ലെങ്കിൽ അവിടുത്തെ ലിവിങ് സ്പേസിൽ ദേ ആർ നോട്ട് ഫോഴ്സ് ടു ഗോ ഔട്ട്, ലൈക്ക് ഇൻഡോർ ആ ഒരു അറ്റ്മോസ്ഫിയറും കൂടി ബെറ്റർ ആക്കും എന്നുള്ള ഐഡിയയിലാണ് നമ്മളിപ്പം ഹോഡോ സ്റ്റേസ് സ്റ്റാർട്ട് ചെയ്തത്. സോ വി സ്റ്റാർട്ടഡ് ആസ് എൻ Airbnb ഹോസ്റ്റ്. നമ്മൾ അതിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായത്. സ്ലോലി വി ഹാഡ് pivoted the model and now we are building a brand in the apart hotel category. Okay, may this wisdom reach everyone. Yeah. ആൾക്കാരുടെ ഇടയിൽ എല്ലാവരിലും ഈ ഒരു വിസ്ഡം എത്തട്ടെ. ഹോഡോ സ്റ്റേസ് നെക്സ്റ്റ് നിങ്ങളുടെ ട്രിപ്പിൽ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് മസ്റ്റ് കൺസിഡർ ചെയ്യേണ്ട ഒരു എന്താണ് ആ ഒരു ടാഗ്ലൈൻ യു ക്യാൻ സേ ടു ദി ഓഡിയൻസ്? Hotels so boring here, that's what we tell. Like hotels are boring. Like either you travel as a group or just consider you are going for an extended stay. Like after 2-3 days staying in the same hotel room it's not fun. Yeah. So we feel like hotels are boring. There needs to be an alternative option. Currently option is very little, so that's where we are trying to build Hodo Stays. And I think together everyone. It's about quality time provided. So next journey le don't forget Hodo Stays. Okay, thank you so much Junaid for being here with us in our എന്താ പറയുക റിവൈൻഡ് എന്ന് പറയുന്ന ഈ ഒരു ന്യൂ ആയിട്ടുള്ള ഒരു സെഗ്മെൻറ്റിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തതിൽ വളരെയധികം സന്തോഷമുണ്ട്. ആൻഡ് നിങ്ങളുടെ ഒരു യുണീക്ക് ആയിട്ടുള്ള വിസ്ഡമും അതുപോലെ തന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസും നമ്മളോട് ഷെയർ ചെയ്തതിലും ഐ എം വെരി ഹാപ്പി ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ ഇൻവൈറ്റിംഗ് മീ. ഇവിടെ വരാൻ പറ്റിയാലും നമ്മുടെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാൻ പറ്റിയാലും സന്തോഷം. ആൻഡ് ബെസ്റ്റ് വിഷസ് ടു ട്രിപ്പ് ഓവർ ഫോർ വാട്ട് എവർ യു ഗൈസ് ആർ ഡൂയിങ്. നമ്മൾ എന്താ പറയുക, നിങ്ങൾ ആ ഒരു ഇൻഡസ്ട്രി തന്നെയാണ് ഉള്ളത്. സോ വി ഫീൽ ലൈക്ക് വി ഓൾ ഷുഡ് ഡു ബെറ്റർ. ആൻഡ് ട്രാവലേഴ്സ് ഡിസേർവ് എ ലോട്ട് മോർ. ഇപ്പോൾ ഉള്ളതല്ല, ലൈക്ക് ദേ ഡിസേർവ് എ ലോട്ട് മോർ. അപ്പോൾ അതൊക്കെ നമുക്ക് എല്ലാവർക്കും കൂടി ഓഫർ ചെയ്ത് എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.